നമ്മള് ഷൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അശരീരി പോലെ പാട്ടിങ്ങനെ കിടക്കും. പാട്ട് ഒരു വഴിക്ക് പോകും, നമ്മളൊരു വഴിക്ക് പോകും എന്ന് പറയുന്ന പോലെ. വളരെ പണ്ട് നമുക്ക് ഒരുപാട് ഹിറ്റ് സോങ്സ് കിട്ടിയിട്ടുള്ളതല്ലേ. അത് ദിലീപേട്ടനാണ് ഏറ്റവും എണ്ണപ്പെട്ട പാട്ടുകൾ. എനിക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞ എനിക്ക് തോന്നുന്നത് ലാലേട്ടന് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ലാലൻ പാടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. കാരണം നസീർ സാറിന്റെ ഒക്കെ ഒരു ഇത് കഴിഞ്ഞാൽ എനിക്ക് അല്ലേ, കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടനൊക്കെ കഴിഞ്ഞ് പിന്നെ ജയറാമേട്ടന് കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് നല്ല ഹിറ്റ് പാട്ടുകൾ. സുരേഷിന്റെ ചില പടങ്ങളിൽ ഭയങ്കര ഹിറ്റ് പാട്ടുകൾ, നല്ല സോങ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്കും അത് കഴിഞ്ഞ് വന്ന് എനിക്കും ഒരുപാട് സോങ്സ് കിട്ടി. ദിലീപേട്ടൻ ഈ പാട്ടുകൾ പറയുമ്പോൾ ദിലീപേട്ടൻ ഏറ്റവും കൂടുതൽ ദിലീപേട്ടൻ യാത്രകളിൽ കാറിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കുന്ന ഒരു പാട്ട് ഇതായിരിക്കും ദിലീപേട്ടന്റെ പാട്ടുകളിൽ. അയ്യോ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. എപ്പോഴും എടുത്ത് ഞാനിങ്ങനെ കൽക്കട്ട ന്യൂസിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ നിന്ന് വന്ന പഞ്ചവർണ്ണ കിളി എന്നൊക്കെ പറയുന്ന പാട്ടുകൾ. പിന്നെ എൻ്റെ പടത്തിൽ എനിക്ക് ഒരുപാട് ഇപ്പോൾ വിദ്യാജിയുടെ പാട്ടുകളാണെങ്കിലും മോഹൻ സിത്താര, ഔസേപ്പച്ചായൻ, ജോൺ സേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് അത് കുറേ അങ്ങനെ എടുത്ത് ഒരുപാടെന്ന് പറയാനായിട്ട് അങ്ങനെ രവീന്ദ്രൻ മാഷ് അങ്ങനെ ഇതായിട്ടില്ല. കൽക്കട്ട ന്യൂസിൽ ആ ഒരു ഗാനം റിപ്പീറ്റ് അടിച്ചടിച്ച് കേൾക്കാറുണ്ട് അല്ലേ ദിലീപേട്ടൻ? അല്ല അതങ്ങനെ നമുക്ക് കേൾക്കാറുണ്ട്. പിന്നെ മീശമാനൊക്കെ അറിയാലോ, അതൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും.